പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട പ്രത്യക്ഷ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാള ദേശത്തിയാൽ രോഗികളെ ആശ്വസിപ്പിക്കുന്നവനെ, അന്ധകാരത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവനെ, മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമം സ്തുതി പറയുന്ന കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥനകൾ ധൂപപ്രാർത്ഥനയായി ഉയരട്ടെ. നിന്റെ നാമത്തെ പ്രാർത്ഥനകൾ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികളുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങൾ കയറി വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ പോലാതെ എഴുന്നേറ്റ് വെറുതെ ജീവോത്സവം പോലെ കുത്തിയിരിക്കുന്നവരുണ്ട്. തലക്ക് ഭാരം പിടിച്ചവരുണ്ട്. വല്ലപാടും ചത്താൽ മതി എന്ന് ഓർത്തുകൊണ്ട് ഹൃദയത്തിനും തലക്കും കനം തൂങ്ങിയവരുണ്ട്. അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ, സാമ്പത്തിക സങ്കടങ്ങൾ, അതുപോലെ തന്നെ നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ, ഭാഗവടപ്പണി നടക്കാത്തവർ, നടത്തിക്കാത്തവർ, അതുപോലെ വീട് വെക്കാൻ അനുവദിക്കാത്തവർ, അതുപോലെ വഴിയില്ലാത്തവർ, വഴി കൊടുക്കാത്തവരെ വഴി കൊടുക്കാൻ ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും അതുപോലെ വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുണ്ട്. കർത്താവേ, അവരെല്ലാം സന്ധിക്കണമേ. പുതിയൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കിണർ കുഴിച്ചിട്ട് ആയിരങ്ങളും ലക്ഷങ്ങളും മുടക്കി കുഴിച്ചിട്ട് വെള്ളമില്ലാതിരിക്കുന്നവർ, വർഷകാലത്ത് പോലും തുച്ഛമായ വെള്ളത്തിൽ ആ ജീവിതവും ആ ലോകവും ആ പറമ്പ് ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ,
ഈശോയെ മല ഇറങ്ങാൻ പോകുന്നവരുണ്ട്, കാടിറങ്ങാൻ പോകുന്നവരുണ്ട്, അവർ ഹീരപ്രശുദ്ധ മാറാൻ പോകുന്നവരുണ്ട്. ഈശോയെ മനുഷ്യരെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന പല പ്രകൃതിദത്തമായ കാരണങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ അത് തെറ്റായ സർക്കാരിൻ്റെ നിയമങ്ങൾ കാരണം കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ മനുഷ്യൻ പരക്കം പായുന്ന മക്കൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകാൻ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. സഹോദരങ്ങളെ ഭിന്നതയിരിക്കുന്നവർ, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമായിരുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് മനുഷ്യർ തമ്മിൽ ഭിന്നതയുള്ളത് കൊണ്ടും മനുഷ്യർ തമ്മിൽ വാശിയും വൈരാഗ്യവും ഉള്ളത് കൊണ്ടും ഗർവ്വമുള്ളത് കൊണ്ടുമാണ്. തിന്മയുടെ ശക്തി, പിശാചിൻ്റെ ആധിപത്യത്തെ യേശുക്രിസ്തു നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ക്രിസ്തുവിൻ്റെ അടയാളം ഞാൻ ബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിൻ്റെ ഭവനത്തേക്ക് വെളിച്ചം കടന്നു വരട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit, touch with the fire finger, suck with the precious blood, Lord, and peace your spirit. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കും. ആമേൻ. എൻ്റെ ദൈവപൈതലെ, നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്താണെന്ന് നീ അറിയണം. അല്ലാതെ പട്ടികപാടി പ്രാർത്ഥന പോലെ ദൈവത്തെ പ്രാർത്ഥിച്ച് ബോധം കെടുത്തരുത്. മറിച്ച് ആ പ്രാർത്ഥന അറിഞ്ഞ്, പ്രാർത്ഥന അർത്ഥം അറിഞ്ഞ്, അതിൻ്റെ ആഴങ്ങൾ അറിഞ്ഞ് അതിനെ അംഗീകരിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് അംഗീകാരമാണ്. അംഗീകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവം അവനെ മരിച്ചോ എന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ആ വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നതാണ്, അല്ലാതെ സങ്കല്പമല്ല. വിശ്വാസം ഹൃദയം ആ ചരിത്ര സത്യത്തെ അംഗീകരിക്കുന്നു. നമ്മൾ എന്തിനാണ് വിശ്വാസ പ്രമാണത്തെ പാന്തിയോസും പിലാത്തോസും ഒക്കെ പറയണത്? കാര്യം അതൊരു ചരിത്ര സത്യമായതുകൊണ്ടാണ്. പാന്തിയോസ് ജീവിച്ചിരുന്ന ഗവർണറാണ്, റോമൻ ഗവർണർ. അവന് പിലാത്തോസ് അതുപോലെ തന്നെ ഗവർണറാണ്, അതുപോലെ തന്നെ അത് ന്യായാധിപനാണ്. അതുപോലെ അവരുടെ കാലം എന്ന് പറയുമ്പോൾ ചരിത്രഘട്ടമാണ്. ചരിത്രഘട്ടത്തിൽ സംഭവിച്ച ലോകചരിത്രഘട്ടത്തിൽ സംഭവിച്ച ദൈവചരിത്രം, രക്ഷാകര ചരിത്രമാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ സത്യം എന്താണ്? ചരിത്രത്തിൻ്റെ കർത്താവ് യേശുവാണെന്നാണ്. യേശു കർത്താവാണ് എന്ന അത്തരം കൊണ്ട് നമ്മൾ ഏറ്റുപറയണം. റോമാ 10:9. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലൂടെ മുമ്പൊരിക്കലും പറയാത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ അത് വീണ്ടും പറയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ചത്. എന്താണ് ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ? അത് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നൊന്നല്ലേ പറയണത്. റോമ 10:17 എടുത്തേ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ വിശ്വാസം കേൾവിയിൽ നിന്നാണെന്ന് പറയുമ്പോൾ, വിശ്വാസം കേൾവി ആകട്ടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണെന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസം അറിവിൽ നിന്നാണെന്നാണ്. കേൾവി എന്ന് പറയുന്നത് ചെവിയാണല്ല, ഓഡിയോ. അപ്പോൾ ഓഡിയോയിലൂടെ ഒരു പഞ്ചേന്ദ്രിയത്തിൻ്റെ ഒരു ഭാഗമാണ് ശ്രവണം. അപ്പോൾ അതിലൂടെ അറിവാണ് കിട്ടുന്നത്. അപ്പോൾ വിശ്വാസം അറിവാണെന്നല്ല ശരിക്കും പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസം ആ അറിയണ കാര്യത്തെ ചില ആൾക്കാർ അംഗീകരിക്കും, ചില ആൾക്കാർ അംഗീകരിക്കണില്ല. അപ്പം ചിലർക്ക് അറിയാം യേശു കർത്താവാണെന്ന്, പക്ഷെ അവർ അംഗീകരിക്കത്തില്ല. ഇപ്പം നിനക്കും അറിയാം, ഞാൻ പറയുമ്പോൾ യേശു കർത്താവാണ്. അതിൽ നമ്മുടെ വീട്ടിൽ രൂപക്കൂടൊക്കെ വെച്ച് ഹൃദയത്തിൻ്റെ വലിയ പടമൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിക്കണം. എന്തിനാണ്? യേശു കർത്താവാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ പ്രവർത്തനം കണ്ടാൽ അറിയാൻ പറ്റും, അംഗീകരിക്കണില്ലെന്നറിയാൻ പറ്റും. ഈ അറിവും അംഗീകാരവും തമ്മിലുള്ള അകൽച്ച എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അകൽച്ചയാണ്. അറിയുന്നവരാരും അംഗീകരിക്കണില്ല, അതാണ് പ്രശ്നം. അറിയുന്ന ആരുമല്ല, അറിയുന്ന പലരും അംഗീകരിക്കുന്നില്ല. കാര്യം വിശ്വാസം, അതായത് ഹൃദയത്തിൽ വിശ്വസിച്ച് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും
ദൈവം അവന് മരിച്ചോ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നാണ്. അംഗീകരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാം. ഒഫീഷ്യലായി അത്. മറ്റത് അറിവെന്ന് പറഞ്ഞാൽ അനൗദ്യോഗികമാണ്, അംഗീകാരം ഔദ്യോഗികമാണ്. ഇപ്പോൾ ഒരു ലെറ്റർ പാഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ ചിലപ്പോൾ ഞങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യും. അത് ചില അച്ഛന്മാർ പള്ളിയിൽ നിന്ന് അയച്ചിരുമ്പോൾ ജ്ഞാനസ്ഥാന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. അപ്പോൾ ഉടനെ ഞാൻ വികാരിയാണെങ്കിൽ ഞാൻ സർട്ടിഫിക്കറ്റ് നോക്കും, എന്താണ് ഞാൻ തിരിച്ചു കൊടുത്തു വിടും. അംഗീകരിക്കത്തില്ല. കാര്യം അച്ഛൻ്റെ ഒപ്പം അതിനകത്തുള്ളൂ, പള്ളിയുടെ സീലില്ലെന്ന് പറയും. പള്ളിയുടെ സീലാകുമ്പോഴല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ അത് അംഗീകരിക്കത്തുള്ളൂ. മറ്റേ അച്ഛൻ്റെ പേഴ്സണൽ ഒപ്പ് ഇടവിടാറില്ല. അച്ഛനെ പേഴ്സണൽ ഒപ്പല്ല, ആ അച്ഛൻ തന്നെയാണ് ഇപ്പോൾ ആ പള്ളിയിലെ വികാരി. നമുക്കറിയത്തില്ലല്ലോ. സീലുണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഈ അച്ഛൻ അവിടെ മാറിപ്പോയോ, എന്നിട്ട് ഈ അച്ഛൻ ഇപ്പം ഇരിക്കുന്ന പള്ളിയിൽ നിന്ന് കള്ളൊപ്പിട്ടിട്ട് വന്നിരിക്കുകയാണ് ഈ ആൾക്കാരുടെ സമ്മർദ്ദം കാരണം, അത് അച്ഛൻ അവിടെ നിന്ന് മാറിപ്പോയോ, ആ പള്ളിയിൽ തന്നെയാണ് ഇത് വന്നിരിക്കണമെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അച്ഛൻ്റെ ഒപ്പം പോരാ, സീല് വേണം. അപ്പോൾ എന്താണ്, ആ പള്ളിയിൽ നിന്ന് തന്നെ വന്നത്, ആ അച്ഛൻ ആ പള്ളി തന്നെ ഇരിക്കണത്, പള്ളിയുടെ കൺകറൻസായി. അത് അംഗീകാരം എന്ന് പറഞ്ഞാൽ അതാണ്. അംഗീകാരത്തിൽ 2 ലെവലുണ്ട്. പേഴ്സണൽ ലെവലും ഉണ്ട്, ഒരു ഒഫീഷ്യൽ ലെവൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലും ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയണതും അത് അംഗീകരിക്കാതെ ഏറ്റു പറയാം. നമുക്ക് അംഗീകരിക്കുമ്പോൾ അംഗീകരിച്ച് ഏറ്റു പറയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ക്യാൻസർ 4th സ്റ്റേജാണ്, ഡോക്ടർ പറഞ്ഞു ഇനി കീമോ എടുത്തിട്ടും കാര്യമില്ലെന്ന് ചിലരോട് പറയും. പക്ഷേ നിങ്ങൾ പറയും അത് ഡോക്ടറല്ലല്ലോ കർത്താവ്, യേശു അല്ലേ കർത്താവ് എന്ന് പറയുമ്പോൾ അത് അത്തരം കൊണ്ട് പറയണത് അംഗീകരിച്ച പോലെയാവും. അവിടെയാണ് വിശ്വാസം വഴി നീതിമാൻ ജീവിക്കുന്നത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ അവിശ്വാസത്തെ കാരുണ്യപൂർവം പരിഹരിക്കണമേ. കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ കൂടെ ദേശാന്തരങ്ങളിൽ ഈ സമയം സജീവതയോടെ ആരാധനയില് പങ്കെടുക്കുന്ന ഓരോ മക്കളും അങ്ങ് സ്പർശിക്കണമേ. അവരുടെ ജീവിത ആവശ്യങ്ങളുടെ മേൽ അങ്ങ് സ്പർശിക്കണമേ. ഓരോ ദിവസവും അങ്ങയോട് ഉടമ്പടി ചെയ്ത് വിശുദ്ധ ജീവിതത്തിലേക്ക് സാക്ഷിയായി ജീവിക്കുന്ന എല്ലാ മക്കളുടെയും കണ്ണുനീരിനെ നീ ഏറ്റെടുക്കണമേ. എല്ലാ സങ്കടങ്ങളെയും അനുഭവ സാക്ഷ്യങ്ങളായി ദൈവത്തെ മഹത്വപ്പെടുത്താൻ സുവിശേഷത്തിന്റെ ഉപകരണമായി ഞങ്ങളെ ഉയർത്തണമേ, വളർത്തണമേ. എപ്പോഴും എൻ്റെ മക്കള് വിശ്വാസത്തെ സ്ഥിരീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിവൃത്തിയില്ലാണ്ടിരിക്കണവരിരുന്നാൽ മതി, ആരും ഇരിക്കേണ്ട കാര്യമില്ല. നിന്ന് നമുക്ക് ആരാധന കൂടാം. വല്ല രോഗികൾ നിവൃത്തിയില്ലാത്തവരുണ്ടെങ്കിൽ മാത്രം ഇരുന്നാൽ മതി. ശ്രുതികടെ ഹല്ലേലൂയ. എപ്പോഴും എൻ്റെ മക്കളെ പ്രാർത്ഥിക്കുക. ഉടമ്പടി എടുത്തിട്ടുള്ളവരെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ എൻ്റെ ഉടമ്പടിയെ സ്ഥിരീകരിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉടമ്പടി സ്ഥിരീകരിക്കും, ദൈവം ഉടമ്പടി സ്ഥിരീകരിക്കും. 2 സംഭവങ്ങൾ നടക്കും. നമ്മളെപ്പോഴാണ് ഉടമ്പടി സ്ഥിരീകരിക്കണത്? അവൻ പറയണത് പോലെ ചെയ്യുമ്പോഴാണ്. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകമില്ലേ, പുറപ്പാട് പുസ്തകം 19:8 എന്താ പറയണത്? മോസസ് പറയും, കർത്താവ് നമ്മുടെ കൂടെ വരാം, ജെറീക്കോ കർത്താവ് പൊടിക്കാം, ജോർദാൻ കർത്താവ് വറ്റിക്കാം. പക്ഷെ കർത്താവ് നമ്മുടെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശുദ്ധിയുള്ള ജനമായിരിക്കണം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. അപ്പം അങ്ങനെ ഒരു സാക്ഷിയൊന്നുമില്ലായിരുന്നോ? മാതാപിതാക്കന്മാർ പ്രായമായിരിക്കുന്നു, അമ്മയെ പരിചരിക്കാൻ വേണ്ടി എനിക്കൊരവസരം തന്നെ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി ചെയ്യുന്ന വ്യക്തികളെയും നമ്മളിന്ന് സാക്ഷ്യം കേട്ടാണ്. അപ്പോൾ ഉടമ്പടി കഴിഞ്ഞപ്പോൾ അന്യദേശങ്ങളിലുള്ള അമ്മ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അമ്മയ്ക്ക് ക്യാൻസറാണ്. ഇല്ലേ?
പരസ്നേഹത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യണം ആദ്യം കേൾക്കുകയാണ്. എല്ലാവരും ഉടമ്പടി ചെയ്യണത് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സുവിശേഷം ജീവിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യണത് ആണ് ഇന്നത്തെ സാക്ഷ്യങ്ങളിൽ വെച്ച് ദൈവസംപ്രീതി ഉണ്ടാകണത്. ഏറ്റവും കൂടുതൽ എല്ലാത്തിനും ഉണ്ടാവും, ഇതിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവും. സ്തുതിയുടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മോസസ് ജനങ്ങളോട് പറഞ്ഞു, കർത്താവ് നമ്മുടെ കൂടെ വരും, കർത്താവ് നമ്മുടെ കൂടെ വരും. പക്ഷെ എന്നാ ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ വചനങ്ങളെ പാലിച്ചു കൊണ്ട് ജീവിക്കണം. ദൈവത്തെ ഒരു വ്യക്തിയായി കാണുമ്പോഴാണ് വചനത്തിന് പ്രാധാന്യം കിട്ടണത്. നിങ്ങളുടെ വിശ്വാസബോധത്തിലെ ദൈവത്തെ ഒരു വ്യക്തിയായി കാണാൻ വേണ്ടി മനസ്സിൽ പ്രാർത്ഥിക്കണം. ഇപ്പം എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തെ വ്യക്തിയായി കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കുകൾ ജീവനുള്ള വാക്കുകളായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇപ്പോഴ് നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നൊരു വചനമില്ലേ? അല്ലേ? വേദനിപ്പിക്കരുത്. എഫേസ്യ ലേഖനം 4:30 നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? വേദനിക്കണത് സന്തോഷിക്കണം ആരായിരിക്കും? വ്യക്തിയായിരിക്കും, അല്ലേ? ദൈവം വ്യക്തിയായത് കൊണ്ടാണ് വേദനിപ്പിക്കരുതെന്ന് പറയണത്. സെയിം തിങ് വിത്ത് വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കണം. എന്തുകൊണ്ടാണ്? ദൈവം വ്യക്തിയായത് കൊണ്ടാണ്. ദൈവം ഒരു വ്യക്തിയായത്. ഇപ്പം നിങ്ങളൊരു വചനം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ പ്രഘോഷിക്കണത് എന്താണ്? ദൈവം ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. ഇപ്പം ദൈവം ശക്തിയാകും. പക്ഷേ എപ്പോഴാണ് ശക്തിയാകണത്? ഇപ്പോൾ ഇപ്പോൾ 1 തെസ്സലോണിയ 5:19 1 തെസ്സലോണിയ ലേഖനത്തിലെ 5:19 നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. ഒന്ന് പറഞ്ഞേ. അപ്പോൾ വേദനിപ്പിക്കരുത് എന്നല്ല അവിടെയുള്ളത്. അവിടെ എന്താണ്? നിർവീര്യമാക്കരുത്. വീര്യമാക്കുക, നിർവീര്യമാക്കുക എന്താണ്? ശക്തിയായത് കൊണ്ടാണ്. പിടികിടിയ? ദൈവം ഒരു ശക്തിയായത് കൊണ്ടാണ്. അപ്പോൾ ദൈവം ഒരേ സമയത്ത് വ്യക്തിയുമാണ്, അതേസമയം ശക്തിയുമാണ്. ഇപ്പോൾ നമ്മൾ ഉടമ്പടിയുടെ വിഷയങ്ങളിലേക്ക് വസിക്കേണ്ടത് ആരാണ്? ഇഫക്റ്റ് ശക്തിയാണ് വരേണ്ടത്. പറഞ്ഞ മനസ്സിലായില്ലേ? പക്ഷേ ശക്തി വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വ്യക്തി സ്നേഹിക്കപ്പെടണം, വ്യക്തി വിശ്വസിക്കപ്പെടണം. പിടി ഇതിൻ്റെ ഡൈനാമിക്സ് എന്താണ് എൻ്റെ മക്കൾ മനസ്സിലാക്കിയ സംഭവം കുറച്ച് എളുപ്പമാകും. ദൈവം ഒരേ സമയം ആരാണ്? വ്യക്തിയാണ്, അതേസമയം ശക്തിയാണ്. നമ്മളിലേക്ക് വരണത് എന്താ? ശക്തിയാണ്. നമ്മളിൽ നിന്ന് പോകേണ്ടത് എന്താണ്? സ്നേഹമാണ്. അതാണ് വ്യത്യാസം. നമ്മളിൽ നിന്ന് ശക്തിയിലല്ല പോകേണ്ടത്. നമ്മളിൽ നിന്ന് ദൈവത്തിലേക്ക് പോകേണ്ടത് എന്താ? സ്നേഹം. ദൈവത്തിൽ നമ്മളിലേക്ക് വരേണ്ടത് എന്താ? ശക്തി. അതാണ് ഈശോ പറയണത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. ഉടമ്പടി അതാണല്ലോ. അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അമ്മ പറയണത് എന്താ? നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ, ആകാത്ത സമയം ആക്കിയെടുക്കാൻ അമ്മ പറയുന്ന ഫോർമുല എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എൻ്റെ ഈ മക്കളെ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴും പത്രം വിതരണം, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മളെങ്ങനെ ചെയ്യണത്? കർത്താവേ, ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നു, കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം. പ്രീഡിയ,
നിങ്ങളെ വെറുതെ പ്രവർത്തിക്കരുത്, അത് വേസ്റ്റാവും. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും എന്ത് പറയണം? കർത്താവ്, ഞാൻ ഈ പത്ര വിതരണം ചെയ്യണത് എന്തിനാ? പ്രേക്ഷിത പ്രവർത്തനം. ബിക്കോസ് ഐ ലവ് യു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണത് കൊണ്ടാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനുള്ള അതിൻ്റെ അടിസ്ഥാനം എന്താ? നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനുള്ള അടിസ്ഥാനം എന്താ? അതാണ് യോഹന്നാൻ 4:8 പറയണം. 1 യോഹന്നാൻ 4:8. കാരണം ആദ്യം അവിടുന്ന് നമ്മളെ സ്നേഹിക്കുകയും പറഞ്ഞേ നമ്മുടെ രക്ഷയ്ക്കായി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു നൽകി എന്നതിലാണ് സ്നേഹം. അപ്പോൾ നമ്മൾ ദൈവസ്നേഹത്തോടെ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവർത്തനങ്ങളിലൂടെ ആദ്യം ദൈവം നമ്മളെ സ്നേഹിച്ചത് നമ്മൾ അനുസ്മരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി, ദൈവം ഒരേ സമയം തന്നെ ആരാണ്? വ്യക്തിയുമാണ്, അതേസമയം തന്നെ ശക്തിയുമാണ്. ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരാൻ നമ്മളിൽ നിന്ന് എന്താണ് ദൈവത്തിലേക്ക് പോകേണ്ടത്? സ്നേഹം. അതുകൊണ്ട് പൗലോസ് എന്നാ പറയണമെന്നറിയാവോ? നിങ്ങളുടെ ലക്ഷ്യം തന്നെ സ്നേഹമായിരിക്കണം. ഇപ്പം എന്നാ ചെയ്താലും, ഇപ്പോൾ ഉടമ്പടിയിൽ കുറേ വിശുദ്ധീകരണം വരുമ്പോൾ കുറേ ക്ഷമ കാര്യങ്ങളൊക്കെ വരും, അല്ലേ? ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ. പക്ഷേ നമ്മളോട് നീരസമുള്ളവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? സ്നേഹമായിരിക്കണം. പിടിയിടുക. അതാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊറിന്ത്യസ് 13:14 സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ, ഒന്ന് പറഞ്ഞേ, അതാണ്. അപ്പോൾ നമ്മൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യം എന്താണ്? ക്ഷമിക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യം എന്താണ്? സഹിക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യം എന്താ? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ സ്നേഹത്തെ ലക്ഷ്യമാക്കാൻ കാര്യം എന്താണ്? ദൈവം വ്യക്തിയായത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ദൈവം വ്യക്തിയാകുമ്പോൾ നമ്മൾ ദൈവത്തെ, ആ വ്യക്തിയെ സ്നേഹിക്കുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പി. എന്ത് രസമാ കർത്താവിൻ്റെ വചനം! എല്ലാം വ്യക്തമാണ്. യോഹന്നാൻ 14:21. പിതാവ് നമ്മൾ ഈശോൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഈശോനെ സ്നേഹിക്കുന്നു. അപ്പോൾ എന്നാ സംഭവിക്കണത്? അതായത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ അല്ലെങ്കിൽ അവളെ സ്നേഹിക്കും. പിതാവ് നമ്മളെ സ്നേഹിച്ചാൽ എന്നാ സംഭവിക്കും? ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. ക്ലിയർ അല്ലേ? ഇല്ലേ? അപ്പോൾ ദൈവം വരുമ്പോഴേ പിതാവ് പുത്രൻ ഒറ്റയ്ക്ക് വരത്തില്ല, പരിശുദ്ധാത്മാവ് ഒറ്റയ്ക്ക് വരത്തില്ല, പുത്രൻ ഒറ്റയ്ക്ക് വരത്തില്ല. പിന്നെ ആരാ വരുന്നത്? ത്രിത്വിക ദൈവമാണ് വരണത്. ദൈവം ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും. അപ്പം ദൈവം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കാണ് വരണമെന്നുണ്ടെങ്കിൽ എന്തായി മാറും? അത് സൗഖ്യമായി മാറും. രോഗത്തിലേക്കാണ് വരണമെന്നുണ്ടെങ്കിൽ. പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് രക്തസ്രാവക്കായ രോഗി പിന്നിലൂടെ വന്ന് ലൂക്കാ 8:45 സ്നേഹിക്കുന്ന വിശ്വാസത്തോടെയാണ് അവൾ വരണത്. കേവല വിശ്വാസമല്ല, സ്നേഹിക്കുന്ന വിശ്വാസത്തോടെ അവൾ വന്ന് വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടുമ്പോൾ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരും അതിലേക്ക്. അതെന്തിലേക്കാണ് വന്നത്? അവളുടെ രക്തസ്രാവത്തിലേക്കാണ് വന്നത്. അവളുടെ രോഗാതുരമായ ശരീരത്തിലേക്ക് വന്നു, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ഞങ്ങൾ വന്ന് എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ ശക്തി ദൈവം ഇറങ്ങി വരുമ്പോൾ അത്
ക്യാൻസറിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ ക്യാൻസർ സുഖപ്പെടും. ഇപ്പോൾ ഒരു മുഴ സുഖപ്പെട്ട പറഞ്ഞില്ലേ അല്ലേ? ആ ശക്തി, ദൈവത്തിൻ്റെ ശക്തി മുഴയിലേക്ക് വന്നപ്പോൾ ആ മുഴ ചുങ്ങിപ്പോയി, കാണാനില്ല. ഒരു തടിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ തടിപ്പും കാണാനില്ല. കൈ അടിച്ച് കർത്താണ് ഹല്ലേലൂയ, യേശുസ്തോത്രം ഹല്ലേലൂയ. ഇപ്പം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്നവനിൽ. അപ്പോൾ ദൈവം വാസമർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വരുന്ന ശരീരത്തിൽ രോഗത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇനി ദൈവശക്തി നമ്മുടെ ജീവിത മണ്ഡലങ്ങളിലേക്ക് വരും. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? എന്നാ കേട്ടത്? 9 പ്രാവശ്യം IELTS എഴുതി ഇല്ലേ, തോറ്റുപോയി. പിന്നെ ഒരു OIT എഴുതി, അപ്പോഴും തോറ്റുപോയി. പിന്നെ വന്ന് ഉടമ്പടി ചെയ്തു, ദൈവത്തെ സ്നേഹിച്ചു അല്ലേ, ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചു, അതിൻ്റെ പേരിൽ കാരുണ്യ പ്രവൃത്തി ചെയ്തു, അതിൻ്റെ പേരിൽ പ്രശ്ന പ്രവർത്തനം ചെയ്തു. ദൈവത്തെ സ്നേഹിച്ചപ്പോൾ ഞങ്ങൾ വന്നു, എങ്ങോട്ട് വന്നു? ജീവിത മണ്ഡലങ്ങളിൽ വന്നു. അപ്പോൾ എന്തായി മാറി? അനുഗ്രഹമായി മാറി. ഫിസിക്കൽ ഫേവേഴ്സ്, ബ്ലെസ്സിങ്സ് അങ്ങനെയാണ് ഉണ്ടാകണത്. ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹങ്ങൾ, ഫിസിക്കൽ ഫേവേഴ്സാണ്. എന്താ ഫിസിക്കൽ ഫേവേഴ്സ്? ഭൗതിക ആനുകൂല്യങ്ങൾ. ഇപ്പോൾ ഭൗതിക കാര്യങ്ങളിൽ നിനക്ക് ഒരു പാപ്പരത്വമാണ്, പരാധീനതയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ മണ്ഡലങ്ങളിലേക്ക് നിൻ്റെ ദൈവം വരും. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? 8 കൊല്ലമായി വിൽക്കാൻ പറ്റാത്ത പുരയിടം ഉടമ്പടി ചെയ്തപ്പോൾ വിറ്റുമാറി. ഇത് ഭൗതിക മണ്ഡലങ്ങളാണ്. അതെന്താ? ബ്ലെസ്സിങ്സാണ്. ഞങ്ങൾ വരണതാ ആ മേഖലയിൽ. ദൈവം ഒരു വ്യക്തിയാണ്. വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ശക്തി വരുന്നു. ശക്തി വന്നിട്ട് അത് ബോഡി വരുമ്പോൾ സൗഖ്യമാകുന്നു. അത് ജീവിത മണ്ഡലങ്ങൾ വരുമ്പോൾ അനുഗ്രഹമായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിത മണ്ഡലങ്ങൾ എന്തും ആകാവേ. ITI മുതൽ IIM വരെയുള്ള മക്കൾ ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ട്. അത് വിദ്യാഭ്യാസമാണ്, ജീവിതത്തിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ ന്യൂസിലൻഡിൽ പോയി സാക്ഷ്യം പറഞ്ഞില്ലേ? അവർക്ക് ന്യൂസിലൻഡിൽ പോകാനുള്ള സാധ്യതയില്ല, ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അമ്മ മാതാവിൻ്റെ മുമ്പിൽ വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടപ്പോഴാണ് ഈസിയായിട്ട് അഡ്മിഷൻ കിട്ടുന്ന യൂണിവേഴ്സിറ്റിയുടെ അഡ്രസ്സ് കിട്ടിയത്, ഈ പുണ്യം ഭൂമിയിൽ വെച്ച് അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിത മണ്ഡലങ്ങളിലെ അനുഗ്രഹമായി ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്ന കൈ അടിച്ച് കർത്താണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ശരീരത്തിലേക്ക് വരുമ്പോൾ എന്നായി മാറും? സൗഖ്യമായി മാറും. ദൈവത്തിൻ്റെ ശക്തി ജീവിത മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ എന്നായി മാറും? അനുഗ്രഹമായി മാറും. ഇനി ദൈവത്തിൻ്റെ ശക്തി ആത്മാവിലേക്ക് വരും. ഇപ്പം ഞങ്ങൾ വന്ന് അവന് വാസ്തവം ഉറപ്പിക്കുമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ എവിടേക്കാണ് വരണം എന്നാണ് ഇപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത്. ശരീരത്തിൽ വരും, ജീവിത മണ്ഡലങ്ങളിൽ വരും, പിന്നെന്താണ്? ആത്മാവിൽ വരും. ആത്മാവിൽ വരുമ്പോൾ എന്തായി മാറും? കൃപയായി മാറും. മനസ്സിലായില്ലേ? അപ്പോൾ ആത്മാവ് എന്ത് പറ്റും? ആത്മാവിന് പുണ്യപൂർണ്ണമാകും. കൂദാശയുടെ ഇഫക്റ്റാണ് അനുകരണ. കൂദാശ അനുകരണമെന്ന് സഭയിൽ വലിയൊരു ശുശ്രൂഷ സംവിധാനമുണ്ട്. ഈശോമിശിഹ സ്ഥാപിച്ച കൂദാശ അല്ലാതെ കൂദാശ അനുകരണങ്ങളുണ്ട്. കൂദാശ അനുകരണങ്ങൾ സഭയ്ക്ക് നിശ്ചയമുണ്ട് പഠന കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ അനുഭവത്തിലേക്ക് വരുമ്പോൾ കൂദാശ അനുകരണങ്ങൾ എത്ര വേണമെങ്കിലും വരാം. കൂദാശ എന്ന് പറഞ്ഞാൽ എന്താ? കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം. പറഞ്ഞേ, നമുക്ക് ലഭിക്കാൻ ഈശോമിശിഹ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളം കൂദാശ. അപ്പോൾ ഈ കാണപ്പെടുന്ന അടയാളത്തിലൂടെ നമുക്ക് എന്താ ലഭിക്കണത്? കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദമാണ് ലഭിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വരപ്രസാദം ലഭിക്കുന്ന എല്ലാ അടയാളങ്ങളും അനൗദ്യോഗിക കൂദാശകളാണ്. അതായത് കൂദാശ അനുകരണങ്ങൾ. ഇപ്പോൾ ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞ്, അവനെ ക്ഷമയോടെ നമ്മൾ പരിചരിക്കുന്നു. ക്ഷമയെന്ന് പറഞ്ഞാൽ ഹൈടെക് ക്ഷമയാണ്. സാധാരണ ക്ഷമ കൊണ്ട് ഒരു ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല.
കാര്യം ഏത് സമയത്ത് നമ്മുടെ മോന്തക്കിട്ട് അടിക്കുമെന്ന്, നമ്മൾ എങ്ങനെ ചോറ് കൊടുത്താലും കിടത്തി ഉറക്കിയാലും കൊച്ചെഴുന്നേക്കുമ്പോൾ പാർസൽ അടി മുഖത്ത് തോന്നും. നമ്മൾ ദൈവം ഇതിനെ കാലെ പിടിച്ച് നിലത്തിൽ അടിക്കണം തോന്നിപ്പോവും. നമുക്ക് ദേഷ്യവും അരിശവും ഉണ്ടാകും. സാധാരണ നമ്മൾ ദേഷ്യത്തിൽ നിന്നും നെഗറ്റീവിൽ നിന്നാണ് വരണത്, മൈനസ് നെഗറ്റീവിൽ നിന്നാണ് കയറി വരേണ്ടത്. ഇപ്പോൾ ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞിനെ കൊണ്ട് ജീവിക്കുന്നത് പ്രതലത്തിൽ നിന്നല്ല ലോഞ്ച് ചെയ്യണത് സ്നേഹം, പിന്നെ എങ്ങനെയാണ് മൈനസ് നെഗറ്റീവിൽ നിന്നാണ് വരണത്. കാര്യം ദേഷ്യത്തിൽ നിന്നും അരിശമാണ് നമുക്കുള്ളത്. കാര്യം അടികൊള്ളുമ്പോൾ ആർക്കായാലും ഏത് അമ്മക്കായാലും അരിശം വരും. ഈ അരിശത്തിൽ നിന്നാണ് നമ്മൾ ന്യൂട്രൽ വന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് കൊച്ചിനോട് സഹിക്കുന്ന സ്നേഹത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എന്നാ ഒരു ഗ്രാവിറ്റിയാണ് ആ ഗ്രേസിന്. സാധാരണ ഗ്രേസ് അല്ല അത്, അതാണ് ഹൈടെക് ഗ്രേസ് എന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ കാര്യം. ഇതിൻ്റെ മേലെ നമുക്ക് താങ്ങാനാവാത്ത വിഷയത്തിൻ്റെ മേലും കീഴടക്കാനാവാത്ത വിഷയത്തിൻ്റെ മേലും നമുക്ക് വേണ്ടത് അനുഗ്രഹമല്ല വേണ്ടത്. എന്താ വേണ്ടത്? കൃപയാണ് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അവിടെ അനുഗ്രഹം കൊണ്ട് നിൽക്കത്തില്ല. അവിടെ എന്ത് വേണം? നിനക്ക് താങ്ങാനാവാത്ത വിഷയം, നിനക്ക് സഹിക്കാനാവാത്ത സാഹചര്യം, അതിനെ അതിലംഘിക്കാൻ എന്താ? പത്രോസ് ചോദിച്ചില്ലേ കർത്താവിനോട്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, വിവാഹബന്ധം ഇത്തരത്തിലാണെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കണതല്ലേ നല്ലത് അല്ലേ? അങ്ങനെ ചോദിച്ചില്ലേ? നല്ല ചോദ്യമാണ്, നമുക്ക് വേണ്ടി ചോദിച്ചതാ. ജനിക്കണ കൊച്ചു ഓട്ടിസമാണെങ്കിൽ കൊച്ചുണ്ടാക്കാതിരിക്കണതല്ലേ നല്ലത്? എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. ഏത് സമയത്തും ഭർത്താവ് നമ്മുടെ കഴുത്തേക്ക് കയറുന്ന ആളാണെന്ന് വിചാരിച്ചോ? ഏത് സമയത്തും ഭാര്യ നമ്മളെ സംശയിക്കുന്ന ആളാണെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ നമുക്കും ചോദിക്കാം, കല്യാണം കഴിക്കാണ്ടിരിക്കണതല്ലേ നല്ലത്? അപ്പം കർത്താവ് എന്നാ പറയും? മത്തായി 19:11 എന്താ പറയണത്? അതിനുള്ള കൃപ ലഭിച്ചാൽ ഈ സാഹചര്യത്തെ നിനക്ക് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റും, സാക്ഷിയാകാൻ പറ്റുമെന്നാണ്. അപ്പോൾ അവിടെയാണ് കൃപയുടെ ഒരു സാധ്യത വരണത്. അപ്പം ചിലത് അനുഗ്രഹം കൊണ്ട് നടക്കത്തില്ല, കൃപ തന്നെ വേണം. ഓട്ടിസം ബാധിച്ച കുഞ്ഞുമായിട്ട് നമ്മൾക്ക് അക്കമ്പനി ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൃപ വേണം. എന്താണ് കൃപ? ദൈവത്തിൻ്റെ ശക്തിയാണ് കൃപ. 2 Corinthians 12:9 ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി, കൃപ പ്രവർത്തിക്കുന്നത്. കൃപയ്ക്കുള്ള പ്രശ്നമുണ്ട്, അനുഗ്രഹം പ്രവർത്തിക്കത്തില്ല. മനസ്സിലായില്ലേ? അനുഗ്രഹം അനുഭവിക്കേ ഉള്ളൂ, അനുഗ്രഹം പ്രവർത്തിക്കത്തില്ല, കൃപ പ്രവർത്തിക്കും. ഇപ്പം കൃപ പ്രവർത്തിക്കണത് എന്താണ്? അത് ബുദ്ധിയും ബോധവും ശക്തിയുമുള്ള ഒരു കോൺഷ്യസ് ആയിട്ടാണ് കൃപ പ്രവർത്തിക്കുന്നത്. എന്താണ്? ദൈവത്തിൻ്റെ പേഴ്സണൽ ടച്ചാണത്, വ്യക്തി ദൈവത്തിൻ്റെ നമ്മുടെ ഉള്ളിലല്ല വരുന്നത്. അതന്നെ ഗലാത്യർ 6:18 കർത്താവിൻ്റെ കൃപ നിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവിലേക്ക് വരണത് എന്താണ്? വ്യക്തി ദൈവം ശക്തിയായിട്ട് വരികയാണ്. കൈ അടിച്ച് കർത്താവിൻ്റെ ഹല്ലേലൂയ. ഇപ്പോഴെന്താ പരിശുദ്ധാത്മാ പറഞ്ഞത്? നമുക്ക് താങ്ങാനാവാത്ത, നമുക്ക് മാനേജ് ചെയ്യാനാവാത്ത, നമുക്ക് സഹിക്കാനാവാത്ത വിഷയങ്ങൾക്ക് അനുഗ്രഹമല്ല വേണ്ടത്, പിന്നെ എന്നാ വേണ്ടത്? കൃപയാണ് വേണ്ടത്. കൃപ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? കൃപ പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? വ്യക്തിയുമാണ്, ശക്തിയുമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പ്രവർത്തിക്കുന്നത്. കൈ അടിച്ച് കർത്താവിന്റെ ഹല്ലേലൂയ. അപ്പോൾ ദൈവം വ്യക്തിയായി ശക്തിയായിട്ടാണ് നമ്മളിലേക്ക് വരുന്നതിനും ബൈബിൾ പിള്ളേരുടെ പേരാണ് കൃപ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ വ്യക്തി ദൈവം ശക്തിയോടെ നമ്മളുടെ ഉള്ളിൽ വസിക്കണ എപ്പോഴാണ്? നമുക്ക് താങ്ങാനാവാത്ത വിഷയങ്ങൾ വരുമ്പോൾ. അതാ ഞാൻ പറഞ്ഞില്ലേ, വിവാഹ ജീവിതം ഇത്തരത്തിലാണെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കണതല്ലേ നല്ലത്. കുഞ്ഞുങ്ങളുണ്ടാകണത് ഇത്തരത്തിലാണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കണതല്ലേ നല്ലത്. അപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ, ഇത്രയും പ്രതികൂലമാണെങ്കിൽ, പൊറുതിമുട്ടിപ്പിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇത് ഉണ്ടാവാതിരിക്കണതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നത് നിസ്സാരമായ ചോദ്യമല്ല. ജീവിതം ഇത്തരത്തിലാണെങ്കിൽ ആത്മഹത്യ ചെയ്യണതല്ലേ നല്ലത് എന്ന് ചോദിച്ചാണ് ആൾക്കാർ എല്ലാവരും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത് എല്ലാവരും ആത്മഹത്യ ചെയ്തതിൻ്റെ പിന്നിൽ ചോദിച്ച ചോദ്യമാണിത്. ഇത് പിശാചിൻ്റെ ചോദ്യമാണ്. അതായത് ഇന്ന് വരെ ആത്മഹത്യ ചെയ്തിട്ടുള്ള എല്ലാ മക്കളും ചോദിച്ചിരിക്കണത് എന്താ?
വിവാഹ തകർച്ചയായാലും സാമ്പത്തിക തകർച്ചയായാലും ബിസിനസ് തകർച്ചയായാലും ഇത്രയും സമാധാനക്കാരാണ് ജീവിതമെന്നുണ്ടെങ്കിൽ, ഇതാണ് ജീവിതമെങ്കിൽ ആത്മഹത്യ ചെയ്യണതല്ലേ നല്ലത്. ആത്മഹത്യ ചെയ്യാതിരിക്കാൻ മാർഗമുണ്ടെന്നാണ് അവൻ മനുഷ്യരാശിയോട് പറഞ്ഞത്. കൈ അടിച്ചു കർത്താണ് ചൊല്ലുന്നത്. ജീവിതം ഇത്തരത്തിലാണെങ്കിൽ ജീവിക്കാണ്ടിരിക്കണതല്ലേ നല്ലതെന്നല്ലേ പത്രോസ് ചോദിച്ചത്. ജീവിതം ഇത്തരത്തിലാണെങ്കിൽ, അതാണ് മത്തായിയുടെ ശ്ലീഹയുടെ സുവിശേഷം 19:11. ജീവിതം ഇത്തരത്തിലാണെങ്കിൽ ജീവിക്കാണ്ടിരിക്കണതല്ലേ നല്ലത് എന്നാണ് പത്രോസ് ചോദിച്ചത്. എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യണതല്ലേ നല്ലതെന്ന്. അത് പിരിച്ച് കൊണ്ടുവന്നാൽ അവിടെ വന്ന് അവസാനിക്കും. അപ്പോൾ ഈശോ പറയും ആത്മഹത്യ ചെയ്യാണ്ടിരിക്കാനും മാർഗമുണ്ട്. എന്താണ്? അതിനുള്ള കൃപ മേടിച്ചാൽ മതിയെന്ന്. അതിൻ്റെ കൃപ എന്ന് പറയുന്നത് എന്താണ്? അതിനുള്ള ദൈവത്തിൻ്റെ ശക്തി. എങ്ങനെയുള്ള ശക്തിയാണ്? വ്യക്തിയോട് കൂടിയ ശക്തിയാണ്. അതാണ് ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും. ഞങ്ങൾ വന്ന് അവന് വാസം ഉറപ്പിക്കണത് അതിൻ്റെ പ്രോപ്പർ പ്ലേസ് എവിടെയാണ്? ആത്മാവ്. അതുകൊണ്ടാണ് ഗലാത്യർ 6:18 പറയണത്, കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ കൃപ മീൻസ് കർത്താവിൻ്റെ ശക്തി. കർത്താവ് വ്യക്തിയായി ഇറങ്ങി വരുന്ന ശക്തിയോട് കൂടിയ വ്യക്തിയുടെ സാന്നിധ്യമാണ്. അതാണല്ലോ മോസസിനോട് പറഞ്ഞത്. അതല്ലേ മോസസിനോട് പറഞ്ഞ വ്യക്തിയോട് കൂടിയ ശക്തി. അതാണ് കൃപാസനം. മോസസിനോട് എന്താ പറഞ്ഞത്? ജെറിക്കോയിൽ രാക്ഷസന്മാരാണുള്ളത്, യുദ്ധം ചെയ്ത് അവരോട് ജയിക്കാൻ പറ്റത്തില്ല, അവർ ഞങ്ങളെ എലി അപ്പം തിന്ന പോലെ തിന്നു കളയും. അവിടെ നിന്ന് ഞങ്ങൾ അവശേഷിച്ച് കുറച്ച് പേർ അവശേഷിച്ചാൽ ഞങ്ങളുടെ മുമ്പിലുള്ളത് ജോർദാൻ നദിയാണ്. ജോർദാൻ നദിയിലൂടെ ഞങ്ങൾ നീന്തി ചെല്ലുമ്പോഴുണ്ട് അപ്പുറത്ത് ജബുസേര്, പെരിസേര്, അതുപോലെ കനനേഴ്സ്, അവർ ഞങ്ങളുടെ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും വെള്ളത്തിലിട്ട് വെട്ടിക്കൊല്ലും. ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഫറവോനോട് പട്ടാങ്ങി പറഞ്ഞുകൊണ്ട് അവൻ്റെ ഇവിടെ പട്ടിണിയില്ല കഴിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയുമ്പോൾ മോസസ് പറയുക, അങ്ങയുടെ ജനം തിരിച്ചു പോകണ യഹോവ. അവർ പോയി ഫറവോനോടൊക്കെ പട്ടാങ്ങി പറഞ്ഞിട്ട് പട്ടിണിയില്ല മരിക്കാൻ വേണ്ടി നിൻ്റെ വഴികളിൽ നിന്ന് പോയി. നീ ചെങ്കടപ്പെടുത്തിക്കൊണ്ട് വെറുതെയായെന്ന് പറയും. നീ വാഗ്ദാന നാട് ചൂണ്ടിക്കാണിച്ചതും വെറുതെയായി. അവർക്ക് പേടിയാണ് ജീവിതത്തെ കാണുമ്പോഴേ. നമ്മളിൽ പലരും പേടിച്ചാണ് ഇവിടെ വന്ന് നിൽക്കണത്. കടങ്ങൾ കാണുമ്പോൾ, രോഗങ്ങൾ കാണുമ്പോൾ പേടിയാണ് നമുക്ക്. അവർക്ക് പേടിയാണ് ദൈവമേ എന്ന് പറയുമ്പോൾ ദൈവം പറയും, ഞാൻ അവരുടെ കൂടെ വരുമെന്ന്. വ്യക്തിയായി ശക്തിയായി ഞാൻ അവിടെ കൂടെ വരും. ഞാൻ അവിടെ കൂടെ വരാൻ, വ്യക്തിയായി ശക്തിയായി കൃപയായി അവിടെ കൂടെ വരാൻ നീ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. നീ കൊല്ലരുത്, നീ വ്യഭിചാരം ചെയ്യരുത്, നീ കള്ളസാക്ഷ്യം നൽകരുത്, നീ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അങ്ങനെ 10 നിബന്ധന കൊടുത്തപ്പോഴേ ആ നിബന്ധനയുമായി ഇറങ്ങി വന്നിട്ട് മോശം ജനങ്ങളോട് പറയും, നമ്മുടെ ദൈവം വ്യക്തിയായി ശക്തിയായി നമ്മുടെ കൂടെ സഞ്ചരിക്കും കൃപാസനമായി. അപ്പോഴ് ജനങ്ങൾ പറയുന്ന വാക്കാണ്, കർത്താവ് ഞങ്ങളുടെ കൂടെ വ്യക്തിയായി ശക്തിയായി കൃപയായി ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ട് ഞങ്ങളുടെ ശത്രുക്കളെ വെല്ലുമെങ്കിൽ, ജോർദാൻ വറ്റിക്കുമെങ്കിൽ, ജെറിക്കോ പൊടിക്കുമെങ്കിൽ, we will keep the commandment. ഞങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യും, അവൻ പറഞ്ഞതുപോലെ ചെയ്യും. അതാണ് മരിയൻ ഉടമ്പടിയുടെ അന്തരാത്മാവ്. കൈ ഇടിച്ച് കർത്താവ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യക്തിയായ നിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി കൃപയായ അയാളുടെ അഭിഷേകത്തിനായി നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവസന്നിധാനത്തിലാണ് ഇവിടെയുള്ള നിൻ്റെ ശക്തിക്കേടാണ്. നിൻ്റെ ശക്തിക്കേടിന് ഇവിടെ ശക്തിയായി മാറും. നിൻ്റെ ബലഹീനത ഇവിടെ അഭിഷേകമായി മാറും. നീ സന്തോഷമായിരിക്കുക, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക കടങ്ങളാൽ വേദനിക്കുന്ന എല്ലാവരെയും കർത്താവേ, സാമ്പത്തിക കടങ്ങളെ ബാധ്യതകളെ പരിഹരിക്കുന്നതിനായി ഓരോ പോംവഴികള് ഉടമ്പടിയായി ഉടമ്പടി നിയോഗങ്ങളായി അങ്ങയുടെ തിരുസന്നിധിയിൽ വെച്ചിട്ടുള്ളവരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴി ദിവ്യകാരുണ്യത്തിന് പുനർസമർപ്പണം ചെയ്യുന്ന കർത്താവ് ജോലി ഇല്ലാത്തവരെ, കർത്താവ് വീട് ഇല്ലാത്തവരെ
കർത്താവേ നീ കരുണയോടെ കൈപിടിച്ചുയർത്തണമേ. മാരക രോഗികളെ അങ്ങ് കൈപിടിച്ച് സൗഖ്യപ്പെടുത്തണമേ. ശരീരത്തൊക്കെ നിറച്ച് ഇങ്ങനെ പൊട്ടും, അതുപോലെ തന്നെ ഒരുതരം മറുകും, ചുമ്മാ മറുകല്ല, ഇങ്ങനെ പൊള്ളിയതുപോലെയൊക്കെ ഇരിക്കണ പൊങ്ങി വരുന്ന തിണർത്ത മറുകുകൾ, നീറ്റലും ചൊറിച്ചിലുമൊക്കെ അനുഭവപ്പെടുന്ന വ്രണങ്ങൾ പോലെയുള്ള മറുകുകളെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന സമയമാണ്. വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സന്ദേശമുണ്ട്. പ്രത്യേകിച്ച് വളർത്തുമൃഗങ്ങളുടെ വ്രണരോഗങ്ങൾ, ചുമ്മാ ഇങ്ങനെ വ്രണം വന്നുകൊണ്ടിരിക്കും, എന്താണെന്ന് നമുക്കറിയത്തില്ല. പല മരുന്നുണ്ടെങ്കിലും വ്രണം വലുതാകുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ സുഖപ്പെടണില്ല. അത്തരം വളർത്തുമൃഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തണം. നിൻ്റെ അതെല്ലാം ഉടമ്പടിയിലുള്ളതാണ് കേട്ടോ. അബ്രഹാത്തിനോടൊക്കെ ഉടമ്പടി ചെയ്യുമ്പോഴും നിൻ്റെ കന്നുകാലികളെ വർദ്ധിപ്പിക്കുമെന്ന് യാക്കോബിനോട് പറയുമ്പോഴും നിയമാവർത്തനത്തെക്കുറിച്ച് പറയുമ്പോഴും ജീവിത സാഹചര്യങ്ങൾ, വരുമാന മാർഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഐശ്വര്യം അനുഗ്രഹമാണ്. ശ്രുതികട ഹല്ലേലൂയ. ശ്വാസകോശങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നിങ്ങനെ ശ്വാസം മുട്ടിയിട്ട് നെഞ്ചത്ത് തടകും. നെഞ്ച് തടകുമ്പോൾ തോന്നും നെഞ്ചിൽ തടകേണ്ടത് മുതുകാണ് തടകേണ്ടതെന്ന് തോന്നിയിട്ട് അടുത്ത് നിൽക്കുന്ന ആളെ കൊണ്ട് മുതുക് തടയിക്കും. പക്ഷേ നെഞ്ചും മുതുകും കൂട്ടി തടകിയാലും എടുത്ത് അകത്തിങ്ങനെ കൊളുത്തി പിടിച്ചുകൊണ്ടിരിക്കണം ശ്വാസം മുട്ട് കാരണം. ആ വ്യക്തിയെ കർത്താവ് ഇപ്പൊ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശ്വാസകോശ രോഗികളെ, വലിവ്, ആസ്മ, അലർജി, പൊടി, തണുപ്പ് മുതലായ മൂലം ശ്വാസ തടസ്സം നേരിടുന്നവരെ ശ്വാസകോശങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. മാരകരോഗങ്ങളെ ഈ നിമിഷം നാമത്തിൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ.